ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദയും അതുപോലെ തന്നെ ഗൗതവും ചേർന്ന് പ്രിയേച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗൗതം പറഞ്ഞു, മറ്റു പെണ്ണുങ്ങളെ കാണുന്നത് പോലെ നീ പ്രിയേച്ചിയെ കാണരുത്, അല്ലെങ്കിൽ മറ്റു പെണ്ണുങ്ങളെ വെച്ച് നീ പ്രിയേച്ചിയെ അളക്കാൻ നിൽക്കരുതെന്ന്. കാരണം പ്രിയേച്ചി എന്ന് പറയുന്ന ആൾ വേറെ ലെവലാണെന്നും മറ്റു പെണ്ണുങ്ങളെ പോലെ ഒന്നുമല്ല, അത്രയും ആ ഒരു രീതിയിലൊന്നും ചിന്തിക്കുന്ന ആളല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ ഇങ്ങനെ ഓരോത് ചോദിക്കുക. അപ്പോൾ നന്ദ പ്രിയേച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ ഗൗതം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രിയേച്ചി എന്ന് പറയുന്നത് ഒരു നിശ്ചയദാർഢ്യമുള്ള പെണ്ണാണെന്നും പവർഫുള്ളായ ലേഡിയാണെന്നും അല്ലെങ്കിൽ ഇന്നും ഇതുപോലെ ഈ ഒരു സ്ട്രോങ്നെസ്സിൽ ജീവിക്കാനായിട്ട് കഴിയില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു എന്താ പറയുന്നത്, പ്രിയേച്ചിയോട് ഒരു ആരാധന കൂടി വരുവാണ് നമ്മുടെ നന്ദയ്ക്ക്. എന്തായാലും പ്രിയേച്ചിക്ക് ഇങ്ങനെ എന്നും ഒറ്റത്തടിയായിട്ട് ജീവിച്ചാൽ മതിയോ, അങ്ങോട്ട് പ്രിയേച്ചിക്കൊരു ജീവിതം വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൗതത്തിനോട് നന്ദ ചോദിക്കുമ്പോൾ, പ്രിയേച്ചിയുടെ ജീവിതം എന്നേ പ്രിയേച്ചി തിരഞ്ഞെടുത്തതാണെന്നും പ്രിയേച്ചിയോട് ഇനി മറ്റെന്തെങ്കിലും നമ്മൾ പറഞ്ഞു ചെന്നാൽ പ്രിയേച്ചിയുടെ വിരോധം മേടിച്ച് കെട്ടാമെന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് നേടാനായിട്ട് കഴിയില്ലെന്നുള്ള കാര്യവും ഗൗതം പറയാം. അപ്പോൾ ഗൗതം അത് പറയുന്നത് കേട്ടപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കുന്നതിന് എന്താ ഗൗതം സാറിന് ചോദിച്ചു. ഇപ്പോൾ പ്രിയേച്ചിക്ക് നീ വളരെ പ്രിയപ്പെട്ടവളാ, ഈ ഒരു കാര്യം പറഞ്ഞു ചെല്ലുന്നത് കൊണ്ട് പ്രിയേച്ചിയുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം ഇല്ലാണ്ടാക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. എന്തായാലും പ്രിയേച്ചി എനിക്കറിയാവുന്നിടത്തോളം നിനക്കറിയില്ലല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ നീ കേൾക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പണ്ടേ നീ അനുസരിക്കാറില്ല, എന്നാലും ഞാൻ പറഞ്ഞെന്നേ ഉള്ളെന്നും പറഞ്ഞു. ഓ, ഇപ്പം അങ്ങനെയായല്ലേ, ഗൗതം സാറ് പറയുന്നത് ഞാനൊന്നും അനുസരിക്കുന്നില്ലെന്ന്. ശരി, ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എനിക്ക് ഇനിയിപ്പോൾ ഗൗതം സാറിനെ ഓരോന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ ഇരുന്ന് കൊതുകുത്തുക. അങ്ങനെ അവർ തമ്മിൽ വഴക്കൊക്കെ കൂടി അങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം നമ്മുടെ നന്ദ അയൺ ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. അയൺ ചെയ്ത് കുറച്ചങ്ങ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഷോക്ക് അടിക്കുന്നത് പോലെ നന്ദ തെറിച്ചിങ്ങോട്ട് അമ്മയെന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്നു. അപ്പോഴേക്കും ഗൗതം ഓടിച്ചെന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഷോക്ക് അടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വേഗം ഗൗതത്തിൻ്റെ ദേഹത്തേക്കാണ് നമ്മുടെ നന്ദ വീണത്. അപ്പോൾ അങ്ങനെ ഗൗതത്തിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന നന്ദയെ കണ്ടപ്പോൾ ഗൗതത്തിന് ശരിക്കും ചിരിയാണ് വന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്കും ചിരി വന്നു. നന്ദയും ഗൗതവും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ, എന്തേ ആ ഒരു വീറും വാശിയൊന്നും ഷോക്ക് അടിച്ചപ്പോൾ കണ്ടില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സഹായത്തിന് ഞാൻ തന്നെ വേണം അല്ലേന്ന് ചോദിച്ചു. പിന്നെ ഗൗതം സാറല്ലാതെ എന്നെ സഹായിക്കാൻ ആരാ ഉള്ളതെന്ന് ചോദിച്ചുകൊണ്ട് നന്ദ. അങ്ങനെ രണ്ടുപേരും കൂടെ കുസൃതിയും കുറുമ്പും ഒക്കെ ആയിട്ട് അവിടെ എങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞു. അതെ, ഈ സമയത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിൽ പോകാനുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം പറഞ്ഞു. നന്ദ വേഗം തന്നെ ഗൗതത്തിൻ്റെ ദേഹത്ത് നിന്ന് ഇങ്ങനെ മാറി. ആ സമയം കൊണ്ട് താഴെ എല്ലാവരും കൂടെ ചേർന്ന് പ്രിയയുടെ വിവാഹകാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചയാണ്. പ്രിയയുടെ വിവാഹകാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രിയയോട് അതെങ്ങനെ പറയും എന്നുള്ള ആ ഒരു ടെൻഷനാണ് എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു വഴിയായെന്ന് തന്നെ പറയാം. കാരണം പ്രിയ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും, പ്രിയ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു പേടി, എന്നൊക്കെയുള്ളൊരു ടെൻഷൻ, ഇതൊക്കെ കാരണം എല്ലാവരും ഇങ്ങനെ വല്ലാതിരിക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പിങ്കി വരുന്നത്. പിങ്കി വന്നിട്ട് വലിയ ആളായിക്കൊണ്ട് എല്ലാവർക്കുള്ള ചായയൊക്കെ ആയിട്ട് വന്നിട്ട് വലിയ ആളായിക്കൊണ്ട്, നിങ്ങളെല്ലാവരും എന്തിനാണ് ഇതുപോലെ ടെൻഷനാവുന്നത്, എന്തിനാ ഇത്ര ടെൻഷനാവേണ്ട കാര്യം, ഇത് പ്രിയേച്ചിയോട് പറയാൻ ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പ്രിയയോട് പറയുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണെന്നുള്ള കാര്യം അവരെല്ലാവരും പിങ്കിയോട് ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മുടെ നന്ദയും ഗൗതവും കൂടി ഇറങ്ങി വന്നു. പെട്ടെന്ന് ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അരുന്ധതി ചോദിച്ചു, മോനെ ഗൗതം, നീ അവളോട് സംസാരിച്ചായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ സംസാരിച്ചില്ല, എനിക്കതിനെ പറ്റിയൊരു സമയം കിട്ടിയില്ല, പിന്നെ അതിനൊക്കേതായ ഒരു സമയം വേണം, അല്ലാതെ പ്രിയേച്ചിയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇടയ്ക്ക് കയറി. പിങ്കി വലിയ ഷോ കാണിക്കുക. പിങ്കി നേരത്തേക്ക് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ ഇരുന്നുകൊണ്ട് ഗൗതത്തിന് ഒരുമാതിരി ഇടിച്ച് താഴ്ത്തി പറയുന്നു. ഗൗതത്തിന് അതിനുള്ള ധൈര്യമൊന്നുമില്ല, അതുകൊണ്ടാണ്, അല്ലാതെ ഗൗതത്തിന് അത് പറയാൻ പാടില്ലാഴികയൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ പ്രിയേച്ചിയോട് എങ്ങനെ വിവാഹം കഴിക്കാൻ പറയും? കാരണം എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് നടക്കുകയാണല്ലോ ഗൗതവും അതുപോലെ തന്നെ നന്ദയും. അതുപോലെ പ്രിയേച്ചിയുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരണമെന്ന് അവകാശപ്പെടാൻ അല്ലെങ്കിൽ പറയാൻ ഗൗതത്തിന് യാതൊരു യോഗ്യതയില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൗതത്തിന് ഒരുമാതിരി ഇടിച്ചു താഴ്ത്തി സംസാരിച്ചപ്പോൾ അത് നന്ദയ്ക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. നന്ദ അന്നേരത്തേക്ക് ഇടയ്ക്ക് കയറി, ഹോ, വലിയ കാര്യമായി പോയല്ലോ പിങ്കി, ഗൗതം സാറിന് തൻ്റെ ഇടം കുറവായിരിക്കും, പിങ്കിക്ക് നല്ല തൻ്റെ ഇടം ഉണ്ടല്ലോ, പിങ്കിക്കൊന്ന് പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി നിൽക്കുക. ഇല്ല, ആവശ്യമില്ല. കാരണം ഒരു കുടുംബത്തിൻ്റെയോ ഒരു സ്നേഹത്തിൻ്റെയോ വില അറിയാത്ത പിങ്കിക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഒരു ന്യായവും ഇല്ലെന്ന് പറഞ്ഞു.
ആർക്കടി സ്നേഹത്തിൻ്റെ വില അറിയില്ലാത്തതെന്ന് പിങ്കി ചോദിച്ചപ്പോൾ അയ്യോ അറിയാം എന്തായാലും ഗൗതം സാറിനെ കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ തൊട്ടടുത്ത സെക്കൻഡിൽ അർജുനെ കയറി പ്രേമിച്ച ആളല്ലേ, അല്ലെങ്കിൽ അർജുനെ പ്രേമിച്ച് സ്നേഹിച്ച് തുടങ്ങിയ ആളല്ലേ പിങ്കി. അപ്പോൾ പിങ്കിക്കേ അതിനുള്ള അവകാശമുള്ളൂ, പിങ്കിക്കേ അതിനറിയത്തുള്ളൂ. സോറി കേട്ടോ പിങ്കി, ഞാൻ അറിയാതെ പറഞ്ഞു പോയത്, ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ട് പിങ്കിയെ എടുത്തിട്ട് പൊരിച്ചു നാറ്റിച്ച് നാണം കെടുത്തി നന്ദ. അങ്ങനെ പിങ്കിയുടെ നാവിറങ്ങിപ്പോകുന്ന രീതിയിൽ പിങ്കിയെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും മുന്നിലിട്ട് തേച്ചാര ചൊട്ടിച്ചെന്ന് തന്നെ പറയാം. അങ്ങനെ ആ ഒരു സംഭവം അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയ ഇറങ്ങി വരുന്നത്. പ്രിയ ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ എല്ലാവർക്കും എന്ത് പറ്റി, എല്ലാവരും ഒരു ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ, എന്താ ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ല കാര്യമാണെന്ന് ചോദിച്ചപ്പോൾ നീ അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല, നീ അറിയേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. ഞങ്ങളൊരു കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയുകയായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. എനിക്കെന്നും ഇങ്ങനെ നിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് ജീവിക്കാൻ പറ്റില്ല. ഞാൻ നിൻ്റെ അമ്മയാണ്, നിൻ്റെ ഓരോ കാര്യങ്ങളിലും ഇടപെടാൻ നീ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരുന്ധതി അന്നേരത്തേക്കും പറഞ്ഞു. ഒരമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ ഒരു അമ്മയുടെ ലാളന വാത്സല്യം ഇതൊക്കെ നീ തിരിച്ചറിയണമെന്നൊക്കെ പറയുമ്പോൾ അമ്മ എല്ലാവരുടെയും മുന്നിലിരുന്ന് ഇങ്ങനെ ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ അമ്മയായ നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും അതുപോലെ കരുതലും എല്ലാം എൻ്റെ വിവാഹബന്ധം വേർപെടുത്തി തന്നതോടുകൂടി ഞാൻ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് അമ്മയുടെ വാത്സല്യത്തിൻ്റെ കണക്കൊന്നും അമ്മ എൻ്റെ മുന്നിൽ നിന്ന് പറയാൻ നിൽക്കണ്ട, അമ്മ തോറ്റു പോവത്തേ ഉള്ളൂ എന്ന് മകൾ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര ചമ്മൽ, നാണക്കേട് ഇവരെല്ലാവരും കേട്ടില്ലേ. അരുന്ധതി വീണ്ടും തല കുനിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ എൻ്റെ കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങൾ എന്തെങ്കിലും ഇവിടെ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിനൊന്നും നിന്ന് തരികയില്ല. എൻ്റെ വിവാഹകാര്യമോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി പുതിയൊരാളെ കൊണ്ടുവരാനുള്ള പ്ലാനാണ് അമ്മയുടേതെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലെന്നും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അരുന്ധതിയുടെ മുഖത്ത് നോക്കി നമ്മുടെ പ്രിയ പറഞ്ഞു. കാരണം തൻ്റെ ജീവിതം തകർത്തതും അമ്മയാണ്, തനിക്കൊരു ജീവിതം ഇല്ലാതാക്കിയതും അമ്മയാണ്. ഇനിയൊരു ജീവിതത്തിലേക്ക് താൻ പോയാൽ ഇത് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. അതുകൊണ്ട് അമ്മയെന്ന് പറയുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഇനി ഇടപെടാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയ അങ്ങ് പോയി. അപ്പോൾ ഇതൊക്കെ കേട്ട് ലക്ഷ്മിയും അതുപോലെ മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ അന്താളിച്ച് അങ്ങനെ ഇരിക്കുക. കാരണം വെട്ടൊന്ന് മുറി രണ്ട്, തൻ്റെ തീരുമാനം പ്രിയ അറിയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ ഒരു ചെറിയ വാക്കിന് പോലും സാധ്യതകളില്ല. അതിനുള്ള അവസരം നമ്മുടെ പ്രിയ ഉണ്ടാക്കിയിട്ടില്ല. അത് വ്യക്തമായി എല്ലാവരോടും പറഞ്ഞിട്ട് പ്രിയ അവിടെ നിന്ന് അങ്ങ് പോയി. പ്രിയ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ള ഇതിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു രീതിയിലും നമ്മുടെ പ്രിയയെ മയക്കിയെടുക്കാൻ അല്ലെങ്കിൽ മെരുക്കിയെടുക്കാൻ കഴിയില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാവരും അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതവും നന്ദയും കൂടി നിന്നിങ്ങനെ സംസാരിക്കുക. ഗൗതം നന്ദയും കൂടെ സംസാരിക്കുന്ന സമയത്ത് കണ്ടോ, പ്രിയേച്ചിയുടെ തീരുമാനം നീ കേട്ടോ, പ്രിയേച്ചിയുടെ ആ ഒരു ഇത് നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാനോ നീയോ പ്രിയേച്ചിയോട് ഈ കാര്യം സംസാരിക്കാൻ ചെന്നാൽ ഇത് തന്നെയായിരിക്കും നമുക്കും കിട്ടുന്നത്. അപ്പം നമുക്കത് കൂടുതൽ വിഷമമാകും. കാരണം പ്രിയേച്ചിയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം നമ്മൾ കേൾക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മനസ്സ് ശരിക്കും വേദനിക്കില്ലേ എന്നൊക്കെ നേരം ഗൗതം ചോദിക്കുക. അപ്പോൾ ഗൗതം പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴാണ് നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായത്. എന്തായാലും നന്ദ മനസ്സിൽ എന്തൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്ദ അങ്ങ് പോയി. നന്ദ എന്നിട്ട് നേരെ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വി കെ സാറിനെ കണ്ടു. ഇന്നലെ വരെ വി കെ സാറിനെ കണ്ട കണ്ണുകൾ കൊണ്ടല്ല ഇന്നും നമ്മുടെ നന്ദ വി കെ സാറിനെ കാണുന്നു. സാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ മര്യാദയോടുകൂടി നമ്മുടെ നന്ദ സംസാരിക്കുക. അപ്പോൾ സാറിനോട് തനിക്ക് പറ്റിപ്പോയ തെറ്റിനെ പറ്റി അല്ലെങ്കിൽ താൻ തെറ്റിദ്ധരിച്ച ആ ഒരു അവസ്ഥകളെ പറ്റി ഓർത്തിട്ട് സാറിനോട് തന്നെ ക്ഷമ ചോദിക്കുകയാണ് നമ്മുടെ നന്ദ. അപ്പോൾ ക്ഷമ ചോദിച്ച നന്ദയോട് വളരെ സ്നേഹത്തോടെ കരുതലോടെ മര്യാദയോടുകൂടി നമ്മുടെ വി കെ സാറ് സംസാരിക്കുന്നു. അപ്പോൾ ഒരാളെയും നമ്മൾ അനാവശ്യമായി തെറ്റിദ്ധരിക്കരുതെന്നും ഒരു രീതിയിലും ആരെയും നമ്മൾ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കണമെന്നും അയാൾക്ക് 100 പ്രശ്നങ്ങളുണ്ടായിരിക്കും. ആ പ്രശ്നങ്ങൾ കൊണ്ട് പല രീതിയിൽ പല തലത്തിൽ ജീവിക്കുന്നവരായിരിക്കും മനുഷ്യർ. അപ്പോൾ അതൊന്നും വെച്ച് ആരെയും വിലയിരുത്തരുതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാറ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പം സാറിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് നന്ദ ചോദിക്കാം. എന്താ തനിക്ക് ചോദിക്കാനുള്ളത് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ പറഞ്ഞു, സാറിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു ജീവിതമാണോ സാറിൻ്റേത്? അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലാഷ് ബാക്ക് സാറിൻ്റെ ജീവിതത്തിലുണ്ടോ? അങ്ങനെ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണോ സാർ ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ നന്ദ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ
എന്താ പറയുന്നത്, വി കെക്ക് ഭയങ്കര വിഷമമായി. വി കെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നന്ദയുടെ നേരെ ഒരു നോട്ടം നോക്കിയിട്ട് ഒന്നും പ്രതികരിച്ചില്ല, ഒന്നും പറയാനായിട്ടുള്ള മനസ്സ് കാണിക്കാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പം അദ്ദേഹത്തിൻ്റെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ ആ നിരാശയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദയ്ക്ക് മനസ്സിലായി സാറിൻ്റെ ജീവിതത്തിൽ എന്തോ വലിയൊരു പ്രശ്നം തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സാറ് ഇതുപോലെ ഇപ്പോൾ ഒന്നിനും ഉത്തരം തരാതെ അങ്ങ് മടങ്ങിപ്പോയതെന്ന്. അങ്ങനെ നന്ദ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. എന്തായാലും നന്ദ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, വി കെ സാറിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ വി കെ സാറിൻ്റെ ജീവിതത്തിൽ നിന്നും സാറിനെ പറ്റിച്ചിട്ട് പോയ പെണ്ണ് ആരാണ്, ഇതൊക്കെ അറിയണമെന്ന്. പക്ഷെ അത് പ്രിയേച്ചി ആണെന്ന് അറിയുമ്പോൾ നമ്മുടെ നന്ദ ഞെട്ടിപ്പോകും, അത് വേറൊരു സത്യം. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. എന്തായാലും നന്ദയാണ് ഇനിയിപ്പോൾ വി കെയുടെയും അതുപോലെ തന്നെ പ്രിയയുടെയും ജീവിതത്തിലെ നടുവിൽ നിന്ന് ആ ഒരു പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു ഇടനിലക്കാരി എന്ന രീതിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിനെ മറ്റുള്ളവരെങ്ങനെ കാണും, മറ്റുള്ളവർ ഏത് രീതിയിൽ നമ്മുടെ നന്ദയോട് പ്രതികരിക്കും, ഇതൊക്കെ കണ്ടും കേട്ടും അറിയേണ്ട വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. നമ്മുടെ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ സാഹചര്യങ്ങളെല്ലാം ഇത് തന്നെയാണ്. ഡയലോഗുകളിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.